ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ അമെൻമെൻറ്റ് നമ്പേഴ്സും ഇയേഴ്സും പിന്നെ ആ സമയത്ത് അമെൻമെൻറ്റ്സ് എന്തായിരുന്നു ചെയ്യപ്പെട്ടിരുന്നതെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇയർ പഠിക്കേണ്ടി വരും, പിന്നെ എന്തൊക്കെയായിരുന്നു ആ അമെൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നതെന്നും പഠിക്കേണ്ടി വരും. ഇയർ പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം എന്ന് വെച്ചാൽ കാണാതെ നമുക്ക് അത്രയും ഇയേഴ്സ് നമ്പേഴ്സ് ഓർത്ത് വെക്കാൻ പറ്റത്തില്ല. ചെറിയ ട്രിക്സിലൂടെ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇയേഴ്സിനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ, പക്ഷേ കുറച്ച് കമ്പാരിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രിക്സിലൂടെ പഠിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ ക്വസ്റ്റ്യൻ കാണുമ്പം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ടിലേക്ക് പോവാം. ആദ്യം ഇയറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട്. അപ്പം നമുക്കൊരു സ്കൂൾ ലൈഫ് എന്നുള്ള രീതിയിൽ കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം ഇതിനെ ഫസ്റ്റ് കുറച്ച് സാധനങ്ങൾ നോക്കാൻ. അപ്പോൾ ഫസ്റ്റ് അമെൻമെൻറ്റ് 1951 ഓർക്കുക, 1947 നമുക്ക് ഫ്രീഡം കിട്ടിയേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അമെൻമെൻറ്റ് വരണമെങ്കിൽ 1 നമ്പറാണ്. ഇയറിൽ എന്തായാലും അവസാനിക്കുന്ന 1 വെച്ചുള്ള ഇയറിലായിരിക്കും ഫസ്റ്റ് അമെൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ 47 കഴിഞ്ഞിട്ട് പിന്നെ നമ്പർ 1 എൻഡ് ചെയ്യുന്ന ഇയർ എന്ന് പറയുന്നത് തൊട്ടടുത്ത ഇയർ 51 അതുകൊണ്ട് ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951 വന്നിരിക്കുന്നത്. ഇനി അടുത്തത് 7th അമെൻമെൻറ്റ് ആക്റ്റാണ്. അപ്പം നമ്മൾ 7th ആകുമ്പോൾ 7th ഇയർ എന്ന് വെച്ചാൽ ഈ 1950 പ്ലസ് ഒരു 7, അല്ലെങ്കിൽ 1951 വന്നു എന്നിട്ടൊരു 7th ഇയർ 1957 എന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ അതങ്ങനെയല്ല, 1956 അപ്പം നമ്മൾ ഇങ്ങനെ വിചാരിക്കുമ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് 7th അമെൻമെൻറ്റ് വരുമ്പം 1957 ആയിട്ട് എടുക്കാമല്ലോ, പക്ഷേ 1956 അല്ലേ, അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പിന്നെ അത് ഓർമ്മ നിൽക്കും. നമ്മൾ ഡയറക്റ്റായിട്ട് 1956 എന്നൊക്കെ വായിച്ചു പോവുകയാണെങ്കിൽ എല്ലാ ഇയറും കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി 9th അമെൻമെൻറ്റ് ആക്ട് നോക്കുമ്പം അത് 1951 പ്ലസ് 9 കൂട്ടുക, അപ്പോൾ 1960 ആയി. അപ്പോൾ അത് കറക്റ്റായിട്ട് 9 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി 15th അമെൻമെൻറ്റ് ആക്ട് നോക്കുക. 15 എന്ന് പറയുമ്പോൾ 5 × 3 നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. അപ്പം 1953 എന്നുള്ള രീതി നമുക്ക് മനസ്സിലേക്ക് വരണം. പക്ഷേ അതങ്ങനെയല്ല, 6 × 3 എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഓൾറെഡി 50s 9th അമെൻമെൻറ്റ് തന്നെ 1960 വന്നു. അപ്പം നെക്സ്റ്റ് 3 വരണമെങ്കിൽ 63 വരണമല്ലോ, അങ്ങനെ ആലോചിക്കുക. ഇനി 21st അമെൻമെൻറ്റ് ആക്ട് അത് പറഞ്ഞിരിക്കുന്നത് 1967 അത് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 21 എന്നുള്ളതിനെ 2 + 2 + 2 അത് 6 എന്നും 2 + 2 + 2 + 1 7 എന്നും ആലോചിച്ചാൽ മതി. അപ്പം ആ 21 മനസ്സിലേക്ക് വരുമ്പോൾ 67 ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർമ്മയിലേക്ക് വരും. ഇനി 1971 2 ആക്ട്സ് ഉണ്ട്, അത് 2 അമെൻമെൻറ്റ്സ് ഉണ്ട്. 24th അമെൻമെൻറ്റും 26th അമെൻമെൻറ്റും. അത് അതേപടി നിങ്ങൾ പഠിക്കുക. പിന്നെ വരുന്ന 36th അമെൻമെൻറ്റാണ്. അത് 1975 ജസ്റ്റ് നമ്മൾ 36 + 36 കൂട്ടി നോക്കുക, 72 വരുന്നത്. അതിൻ്റെ കൂടെ എഗെയിൻ ഒരു 3 കൂട്ടിയാൽ 75 വരും. അപ്പം 36th അമെൻമെൻറ്റ് ആക്ട് 1975 വന്നിരിക്കുന്നത്. പിന്നെ 44th അമെൻമെൻറ്റ് 1978 എഗെയിൻ 44 + 44 88 പക്ഷേ ഇത് വരുന്നത് 78 അതുകൊണ്ട് 44th അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് 1978 ആലോചിക്കുക. പിന്നെ 52nd അമെൻമെൻറ്റ് അത് വന്നിരിക്കുന്നത് 1985 അപ്പോൾ 52nd ആകുമ്പോൾ 55 എന്തായാലും വരും. അപ്പം ഓൾറെഡി നമ്മൾ 44 78 വന്നിരിക്കുന്നതെങ്കിൽ അടുത്ത 5 നമ്പർ വരുന്നത് 78 കഴിഞ്ഞു, പിന്നെ 85 വരുന്നത് 5 എൻഡ് ചെയ്യുന്ന നമ്പർ. അപ്പം അങ്ങനെ ആലോചിക്കുക. പിന്നെ 61st അമെൻമെൻറ്റ് അത് 1989 അതിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു കോഡ് ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉള്ളത് 90, 91, 92 3 ഇയറാണ്. 90 65th അമെൻമെൻറ്റും 91 69th 71 and 73 92 അത് നമ്മൾ 2-3 പ്രാവശ്യം നോക്കുമ്പോൾ നമുക്ക് കിട്ടും. 65, 69, 71, 73 എന്ന് ആലോചിച്ചാൽ മതി. ഇനി അടുത്തത് പോകുന്നത് എന്തൊക്കെയാണ് ഈ അമെൻമെൻറ്റ് ആക്ട്സിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് ഒരു സ്കൂൾ ലൈഫായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് അമെൻമെൻറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു 9th ക്ലാസ്സൊക്കെ ആകുമ്പം നമ്മൾക്ക്
ഈ കുട്ടികൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ഓഫ് അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. കാരണം എന്ന് വെച്ചാൽ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും, അപ്പോൾ അതിലേക്ക് ഓട്ടോമാറ്റിക് ഒരു റെസ്ട്രിക്ഷൻ വരും. 9th എന്ന് പറയാൻ 9th ഷെഡ്യൂളിലാണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ റെസ്ട്രിക്റ്റഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ലൈഫിൽ വരുന്ന ഫസ്റ്റ് ഒരു മേജർ റെസ്ട്രിക്ഷൻ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ഇനി 7th അമെൻമെൻറ്റ് ആക്ട്. അപ്പം നമ്മൾ വിചാരിക്കുക എങ്ങനെ 7th പഠിക്കുക, 7th അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ അതിലേക്ക് ഒരു 7ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ എന്താണ് നമുക്ക് പറ്റുന്നത്? ബേസിക്കലി നമ്മളൊക്കെ പഠിക്കുമ്പം 7ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസ് ഡിവിഷൻസ് ഇല്ലെങ്കിൽ ക്ലാസ്സസ് റീഓർഗനൈസ് ചെയ്യപ്പെടുമായിരുന്നു. അപ്പം ഇത് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അക്കോർഡിംഗ് ടു ലിംഗ്വിസ്റ്റിക് ബേസിസ് ആണ്. അപ്പോൾ അതൊന്ന് 7ാം ക്ലാസ് എന്നൊന്ന് മനസ്സിൽ വെക്കുക, ഭാഷ എന്നുള്ളതൊന്ന് മനസ്സിൽ വെക്കുക. ഇനി 9th അമെൻമെൻറ്റ് ആക്ട്. അപ്പം ഞാൻ പറഞ്ഞു 9th ഒക്കെ ആകുമ്പോഴത്തേന് കുറച്ചുകൂടെ ഒരു സ്റ്റഡീസൊക്കെ സീരിയസ് ആകും. അപ്പം ഈ 9th അമെൻമെൻറ്റ് ആക്ടിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യൻ ടെറിട്ടറിയായ ബെറുബാറി എന്ന യൂണിയൻ പാകിസ്ഥാനിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയായിരുന്നു. അപ്പം ആ ടേം അങ്ങനെ നമ്മുടെ മനസ്സിൽ നിൽക്കണം എന്നില്ല. അപ്പം ബോറടി എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം 9th ഒക്കെ ആകുമ്പോൾ സ്റ്റഡീസ് സീരിയസ് ആകുമ്പം നമ്മളുടെ ഈ ബോർഡം എന്നൊരു സാധനം നമുക്കുണ്ടാവില്ല, അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ 15th അമെൻമെൻറ്റ് ആക്ട്. 15 എന്ന് പറയുമ്പം നമ്മുടെ വയസ്സ് ഒരു 15 വയസ്സാകുമ്പോൾ നമ്മൾ 10th ആവുന്നത്. ആ സമയത്തേക്ക് നമ്മളൊരു ഗവൺമെൻറ് ജോലി, റിട്ടയർമെൻറ്റ് ഏജ്, ഇതൊക്കെയാണ് നമ്മളിലേക്ക് പല ആൾക്കാരും നമ്മളിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അപ്പം 10th ആകുമ്പം കുറച്ചുകൂടെ ലൈഫിൻ്റെ സീരിയസ്നെസ്, ജോബ് ആൻഡ് റിട്ടയർമെൻറ്റ് ഏജ് അതൊക്കെ ആലോചിക്കുക. അപ്പം റിട്ടയർമെൻറ്റ് ഏജ് ആരെക്കുറിച്ചാണ്? ഹൈക്കോടതി ജഡ്ജസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 60 എന്നുള്ളത് 62 ആക്കി. അങ്ങനെ ആലോചിക്കുക. ഇനി 21st അമെൻമെൻറ്റ്. 21st ഒരു 21 ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾക്ക് പുറത്തൊക്കെ പോയി പഠിക്കേണ്ടി വരും. അപ്പം നമുക്ക് ലാംഗ്വേജസ് വേണ്ടി വരും. ഹിന്ദി എന്ന് ആലോചിക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സിന്ധിയാണ് 15th ലാംഗ്വേജ് ആയിട്ടാണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 8th ഷെഡ്യൂളിലും. ഈ 8th ഷെഡ്യൂളിലാണ് കേട്ടോ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നത്. അപ്പം 21st എന്ന് ആലോചിക്കുമ്പോൾ ഹിന്ദി എന്ന് ആലോചിക്കുക. ഒരു 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഹിന്ദി പഠിച്ചിട്ടില്ല. അപ്പോൾ 15 എന്നൊരു നമ്പർ നമ്മളെ ഓട്ടോമാറ്റിക്കലി മനസ്സിലേക്ക് വരും. ഇനി 24th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1971 എന്താണെന്ന് വെച്ചാൽ പാർലമെൻറ്റിന് പവർ കൊടുത്തേക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിലും അമെൻമെൻറ്റ്സ് കൊണ്ടുവരാമെന്ന്. അങ്ങനെ വരുമ്പം പക്ഷേ അതിനൊരു അതോറിറ്റി വേണം. അതിന് വേണ്ടിയിട്ട് തന്നെ പ്രസിഡൻറ്റിന് അത് കമ്പൾസറി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിലേക്ക് പ്രസിഡൻറ്റിന് സമ്മതം വേണം എന്നുള്ള രീതിയിൽ ഒരു കമ്പൾസറി ഇത് വന്നു. അപ്പോൾ പ്രസിഡൻറ്റിനൊരു ഇത് കൊടുക്കുന്ന സമയത്ത് ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ അവരുടെ പവർ എടുക്കേണ്ടത്? അതാണ് അടുത്ത വരുന്നത്. അതെന്ന് വെച്ചാൽ ഈ സാധാ പ്രിൻസ്ലി സ്റ്റേറ്റിലുള്ള റൂളേഴ്സിൻ്റെ കയ്യിലുള്ള പവർ നമ്മൾ എടുക്കണം. കാരണം ഏറ്റവും സുപ്രീം അതോറിറ്റി പ്രസിഡൻ്റാണ് വരുന്നത്. അപ്പം 26th അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് അതാണ്. പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ റൂളേഴ്സിൻ്റെ പ്രിവിലേജസിനെ അബോളിഷ് ചെയ്തു. ഇനി 36th അമെൻമെൻറ്റിൽ സിക്കിം എന്ന സ്റ്റേറ്റ് ആലോചിക്കുക. കാരണം സിക്കിമിനെ ഒരു ഇന്ത്യൻ സ്റ്റേറ്റായിട്ട് ഫുള്ളായിട്ട് അംഗീകരിച്ചേക്കുന്നത് 36th അമെൻമെൻറ്റിലാണ്. ഇനി 44th അമെൻമെൻറ്റ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 2 4 ഇട്ടിട്ട് അവർ DD എന്നിട്ടിട്ടുണ്ടായിരുന്നു. 4 DD. അപ്പോൾ DD ഇല്ലെങ്കിൽ ചെക്ക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആയതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വരുന്നത് കൊണ്ട് ഞാനൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ ആംഡ് റെബല്ലിയൻ ആയിട്ടുള്ള നാഷണൽ എമർജൻസി വന്ന സമയത്ത് 2021 ആയിട്ടുള്ള അഡൾട്ട്സിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യരുതെന്ന് ജനതാ ഗവൺമെൻറ് ക്യാബിനറ്റ് പറഞ്ഞ് അത് റോപ്പിട്ട് ഇല്ലെങ്കിൽ കയറിട്ട് മുറുക്കി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ടേമിനെ ആംഡ് റെബല്ലിയൻ എന്ന് പറഞ്ഞിട്ട് നാഷണൽ എമർജൻസി ആ ടേമിനെ റീപ്ലേസ് ചെയ്യാണ്. ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന ടേം ആംഡ് റെബല്ലിയൻ ആയിട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ട ഈ ആക്റ്റിലാണ്. അതേപോലെ തന്നെ ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ ആർട്ടിക്കിൾ 20 21 പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യില്ല എന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്.
ഈ ആക്ട് വന്നത് ജനതാ ഗവൺമെൻറ് ഉള്ള സമയത്താണ്. വേർഡ് ഇല്ലെങ്കിൽ ടേം ക്യാബിനറ്റ് ഈ ഒരു ഇതിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോഡ് ഇട്ടത്. എന്ന് വെച്ചാൽ ഒരു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസോ ആം റെബല്യണോ വരികയാണെങ്കിൽ ആ സമയത്ത് അഡൽട്സ് 2021A എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് ആർട്ടിക്കിളാണ് A ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് കോഡ് ഓർത്ത് വെക്കാൻ അഡൽട്സ് എന്ന് പറയുന്നു. അപ്പോൾ 2021 ആയിട്ടുള്ള അഡൽട്സിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യില്ല എന്ന് ജനതാ ഗവൺമെൻറ് ക്യാബിനറ്റ് അത് പറഞ്ഞ് കയറിട്ട് മുറുക്കി. റോപ്പ് എന്ന് ആലോചിക്കുക, ROP എന്ന് ആലോചിക്കുക. അത് റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. ഇനി 52nd അമെൻമെൻറ്റിൻ്റെ ആലോചിക്കേണ്ടത് 52 ഇയേഴ്സുള്ള ആൻറ്റി 10 ഡിഫെക്ട്സ് കണ്ടുപിടിച്ചു. അപ്പം 52nd ആൻറ്റി ഡിഫെക്ഷൻ ലോ ആണ്. 10th ഷെഡ്യൂൾ അത് ആഡ് ചെയ്യുകയും ചെയ്തു. പാർലമെൻറ്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലോ ഉള്ള മെമ്പേഴ്സ് എന്തെങ്കിലും ഒരു ഡിഫെക്ഷൻ്റെ ഇതിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാമെന്നാണ് ഈ അമെൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 61th അമെൻമെൻ്റ് ആണ് 61st അമെൻമെൻറ്റ്. അതിൽ 61ഉം 21ഉം ആലോചിക്കുക. അപ്പം 21 ആയിരുന്ന വോട്ടിംഗ് ഏജിനെ 18 ആയിട്ട് കുറയ്ക്കുകയാണ് ഈ അമെൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 65th അമെൻമെൻറ്റ് ആക്ട് അത് SC/ST റിലേറ്റഡ് ആണ്. 65th അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇനി 69th അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ 6ഉം 9ഉം കൂടെ അടുപ്പിച്ചെഴുതുക. അപ്പോൾ ഒരു സർക്കിൾ ഫോമിൽ കിട്ടും. ആ സർക്കിളിനെ നമ്മൾ D ആയിട്ട് കണക്കാക്കിയാൽ മതി. D ഡൽഹിക്കാണ്. അപ്പോൾ ഡൽഹിനെ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആക്കി മാറ്റിയ ആക്ടാണ് 69th അമെൻമെൻറ്റ് ആക്ട്. ഇനി 71st അമെൻമെൻറ്റ് ആക്ട്. നമ്മൾ പറഞ്ഞിരുന്നു 21st അമെൻമെൻറ്റ് ആക്റ്റിൽ സിന്ധി എന്നുള്ള ലാംഗ്വേജിനെയായിരുന്നു ആഡ് ചെയ്തത്. ഒരു 71 ഇയേഴ്സൊക്കെ ആകുമ്പോൾ ഒരു അത്യാവശ്യം നമ്മൾ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭാഷകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളിയാണ് 8th ഷെഡ്യൂളിലേക്ക് ഇതിൽ ആഡ് ചെയ്തത്. 8th ഷെഡ്യൂൾ ഞാൻ ആദ്യമേ പറഞ്ഞു ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി 73rd അമെൻമെൻറ്റ് ആക്ടിൻ്റെ അകത്ത് പഞ്ചായത്തി രാജിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ തന്നെ നേരത്തെയുള്ള വീഡിയോസിൽ 9 പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 9th പാർട്ട് 9 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഈ ആക്ട് കൊണ്ടാണ്. പിന്നെ ഒരു 11th ഷെഡ്യൂൾ എന്ന് പറയുന്നതും ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ ആക്ട് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആലോചിച്ച് വെക്കേണ്ടത്.